ആദ്യം തന്നെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം കിട്ടിയതിന് മാതാവിനോടും ഈശോയോടും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് അനു, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ മമ്മി കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. കൃപാസനത്തെക്കുറിച്ച് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ വരാൻ എനിക്ക് തോന്നിയിരുന്നില്ല. എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു മാലദ്വീപിൽ ഒരു ടീച്ചർ ജോബ് കിട്ടുക എന്നുള്ളത്. അതിനായിട്ട് ഞാൻ 2 വർഷക്കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ സെലക്ഷൻ ആയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡിസംബറിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പം അതിന് പോകും മുമ്പായിട്ട് മാതാവിൻ്റെ അടുക്കൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് മമ്മി പറഞ്ഞു. അത് കേട്ട് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നു. ഞാൻ ഡിസംബർ 18-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. 21-ാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ നടക്കുന്ന ഹാളിലേക്ക് സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ടുമായിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളായിരുന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ പോക്കറ്റിലിട്ടു. ഇൻ്റർവ്യൂ നടക്കുമ്പോഴും ഞാൻ ആ മാതാവിൻ്റെ കാശുരൂപത്തെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇതുവരെ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സൊക്കെ അവർ തന്നെ പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അതെല്ലാം വളരെ സക്സസ്ഫുള്ളായിട്ട് ഞാൻ ചെയ്തു. അതിനുശേഷം ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ എങ്കിലും ഉള്ളിൽ 2 പ്രാവശ്യം ഫെയിലായി പോയതുകൊണ്ട് ഇത് ഇനിയും ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഈ മാലദ്വീപിലേക്കുള്ള എൻ്റെ ഒരു ആഗ്രഹമേ തന്നെ ഉപേക്ഷിക്കുക എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. ആ മാലദ്വീപിൽ ഇൻ്റർവ്യൂ നടന്നത് നാഗർകോവിൽ വെച്ചായിരുന്നു. ഞാനും മമ്മിയും കൂടിയാണ് പോയത്. മമ്മി റൂമിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഡിസംബർ 31-ാം തീയതി റിസൾട്ട് വന്നു. എനിക്ക് പാസ്സായി. ഇനി അതിൻ്റെ പേപ്പർ വർക്കുകളും കൂടെ കംപ്ലീറ്റ് ആയാൽ മാത്രം മതി. ഈ അനുഗ്രഹം തന്നു തന്നെ മാതാവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ പോയിട്ട് ഫെയിൽഡ് ആവുകയായിരുന്നു ചെയ്തത്. മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറയുകയാണ്. പിന്നീട് എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. ചിലപ്പോൾ എൻ്റെ ദേഹത്തൊക്കെ ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. അപ്പം ഞാനൊരു ഓയിൽമെൻറ്റ് എപ്പോഴും കരുതുമായിരുന്നു. ആ യാത്രയിലും ഞാൻ ഓയിൽമെൻറ്റ് എടുത്തില്ല. പകരം ഉപ്പും തൈലവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്തേക്ക് ഞാൻ ആ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ തേച്ചത് ആ ഭാഗത്ത് പിന്നീട് എനിക്ക് ഇതുവരെയും ചൊറിച്ചിലുണ്ടായില്ല. ആ അസുഖം എനിക്ക് പൂർണ്ണമായി മാതാവ് മാറ്റി തന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ, അതായത് ഞാൻ വന്നത് ഡിസംബർ 18-ാം തീയതിയാണ്. ഇന്ന് 1 മാസം പോലും തികഞ്ഞില്ല. അതിനു മുമ്പ് മാതാവ് എനിക്ക് തന്ന ഈ എല്ലാ കൃപകൾക്കും ഞാൻ മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. ഇനിയും മാതാവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും ദിവസവും ബൈബിൾ വായിക്കുകയോ നന്നായിട്ട് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ഒരാളായിരുന്നില്ല ഞാൻ. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ദിവസവും ബൈബിൾ വായിക്കുകയും എല്ലാ പ്രാർത്ഥനകളും ട്രെയിനിലായിരുന്നപ്പോഴും ബസ്സിലായിരുന്നപ്പോഴും ഒക്കെ ഫോണിൽ ബൈബിൾ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥന പുസ്തകം കൊണ്ട് നടന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു. അതുപോലെ തന്നെ എനിക്ക് ആദ്യം മടിയുണ്ടായിരുന്നു പത്രം കൊടുക്കുന്നതിന് വേണ്ടി. ഞാൻ ജോലി ചെയ്യുന്ന കോളേജിലെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നാട്ടുകാർക്കുമൊക്കെ വളരെ വിശ്വാസത്തോടുകൂടി പിന്നീട് ഞാൻ പത്രം കൊടുത്തു. എനിക്ക് മാതാവിലുള്ള വിശ്വാസം ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്തത്. മാതാവ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് തന്ന സകല കൃപകൾക്കും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വിശ്വാസത്തോടു കൂടിയാണ് ഞാനിപ്പം കൃപാസനത്തെക്കുറിച്ച് പറയുന്നത് തന്നെ. ആദ്യം കൃപാസനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും തോന്നിയിരുന്നില്ലായിരുന്നു. പക്ഷെ മാതാവായിട്ട് തന്നെയാണ് ആ പറഞ്ഞ കൃപാസനത്തിൽ തന്നെ എന്നെ എത്തിച്ച് ഇത്രയധികം എന്നെ ഒരു വിശ്വാസിയാക്കി മാറ്റിയത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം തിരുവചനം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവനും വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. അനു എന്ന മകൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ഈ മകളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയെ ഒരിക്കലും വിട്ടുപിരിയാതെ ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപ നൽകി അനുഗ്രഹിച്ചതിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഈ മകൾ ഏറ്റുപറയുന്നത്. ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി ജീവിച്ചിരുന്ന അനു ഇപ്പോൾ ഈശോയെ വിട്ടുപിരിയാതെ എപ്പോഴും വചനത്തിൽ അധിഷ്ഠിതമായൊരു വലിയ വിശ്വാസ ജീവിതം നയിക്കുന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. മാൽദീവ്സ് എന്ന അസാധ്യമായ ഒരു വലിയ സ്വപ്നം
അവിടെ ജോലി ലഭിക്കുക എന്നുള്ള കയ്യെത്താത്ത ഒരു ദൂരത്തിലുള്ള ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തെക്കുറിച്ച് ഈ മകൾ ഏറ്റുപറയുകയുണ്ടായി. നമുക്ക് മനസ്സിലാകുന്നത് ജീവിതത്തിലെ എത്ര തന്നെ വലിയ ഭാരങ്ങളുണ്ടെങ്കിലും അത് പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൽ ഉടമ്പടിയെടുത്ത ഉടനെ തന്നെ സമയച്ചുരുക്കത്തിൽ ഈ മകൾക്ക് സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒരു വലിയ ജീവിതാനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ സൗഖ്യത്തിൻ്റെ ഒരു വലിയ മേഖല തന്നെ ഈ മകൾക്ക് തുറന്നു കൊടുത്തു. നമുക്ക് അച്ഛൻ പറയുന്നത് പോലെ നമുക്ക് ഇൻസെൻറ്റീവായി തരുന്ന വലിയ ഗിഫ്റ്റുകളുണ്ട്. അത് ഈശോയെ ഒട്ടും വിട്ടുപിരിയാതിരിക്കാൻ വേണ്ടിയാണ്. ഈശോ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഉറപ്പാണ്. അച്ഛൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഈശോ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു മാറ്റുരച്ച് നോക്കുന്ന ജീവിതമാണ് ഉടമ്പടി വിശ്വസ്തത എന്നുള്ളത്. ഈ മകൾ ഇന്ന് എവിടെ ചെന്നാലും ആ വിശ്വാസ കൈമാറ്റം നടത്തുവാനായി ക്രിസ്തുവിനിൽ രൂപപ്പെട്ടു തുടങ്ങിയെന്ന് മറ്റുള്ളവരെ സന്തോഷപൂർവ്വം അറിയിക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷിയായി ഇന്ന് മാറിയിരിക്കുകയാണ്. ഏതൊരു ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും താൻ ഉടമ്പടി ജീവിക്കും എന്നുള്ള ഒരു വലിയ ഉറച്ച വിശ്വാസത്തോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ അപകടങ്ങളും സന്ധികളും ഉണ്ടായാലും പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നടക്കും. പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ്. എൻ്റെ എല്ലാ വിഷമതകളിലേക്കും അമ്മ കടന്നു വന്നുകൊണ്ട് എന്നെ കട്ടക്കി താങ്ങി നിൽക്കുമെന്ന ഒരു വലിയ വിശ്വാസമുണ്ടെങ്കിൽ ഈശോയുടെ തിരുരക്തം എപ്പോഴും നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കും. അവിടുന്ന് രക്ഷകനാണെന്ന് എപ്പോഴും നമുക്ക് ഏറ്റുപറയാനുള്ള ചങ്കൂറ്റവും നമുക്കുണ്ടാകും. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഈശോ നമ്മെ രക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള വലിയ സാക്ഷികളാക്കുന്നതിനെക്കുറിച്ചും നന്ദി പറഞ്ഞുകൊണ്ട് അനുവിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.